ഇന്നത്തെ വീഡിയോ ഭയങ്കര ഹാപ്പി ഉള്ള ഒരു വീഡിയോ ആണ്. ഞാൻ എൻ്റെ 100 ഡേയ്സ് ചലഞ്ചിന്റെ ഫസ്റ്റ് ലെവൽ കംപ്ലീറ്റ് ചെയ്തു ഗൈസ്. വെൽക്കം ടു ഡേ 19 ഓഫ് 100 ഡേയ്സ് പ്രോഗ്രസ് ചലഞ്ച്. 100 ദിവസത്തെ ഒരു പ്രോഗ്രസ് ചലഞ്ച് സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് 4 ലെവലുകളായിട്ടായിരുന്നു ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നത്. അതിൽ ആദ്യത്തെ ലെവലായിട്ടുള്ള ഡേ 1 മുതൽ 19 വരെ ഉള്ളത് ഇന്ന് കംപ്ലീറ്റ് ആവുകയാണ്. ഞാൻ 3 കാര്യങ്ങളായിരുന്നു മെയിനായിട്ട് ഈ 19 ദിവസം ട്രാക്ക് ചെയ്തതും. അതിൽ ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് ഹാബിറ്റ്സ് കൃത്യമായിട്ട് ട്രാക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ട്രാക്കർ ഉപയോഗിച്ചു എന്നുള്ളതാണ്. എൻ്റെ 100 ഡേയ്സ് പ്രോഗ്രസ് ചലഞ്ച് വഴി സാമ്പത്തികം, ആരോഗ്യം, മാനസികം, സാമൂഹികം എന്നീ 4 കാര്യങ്ങളിൽ ലോങ് ടേമിലേക്ക് ചേഞ്ചുകൾ കൊണ്ടുവരണം എന്നുള്ളതായിരുന്നു എൻ്റെ ലക്ഷ്യം എന്നുള്ളത് കൊണ്ട് അതുമായിട്ട് കണക്ട് ചെയ്തിട്ടുള്ള ഏകദേശം 15ഓളം ഹാബിറ്റുകളാണ് ഞാൻ ഡെയിലി ട്രാക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത്. നമ്പർ 2 ടു ഡു ലിസ്റ്റ് ആണ്. അത് ഡെയിലി എനിക്ക് എന്തൊക്കെ കാര്യങ്ങൾ എൻ്റെ പ്രൊഫഷൻ ബേസ് ആണെങ്കിലും പേഴ്സണൽ ആണെങ്കിലും നമ്മുടെ ഈ ഒരു 100 ഡേയ്സ് പ്രോഗ്രസ് ചലഞ്ചിലാണെങ്കിലും ഉൾക്കൊള്ളുന്ന എല്ലാ എൻ്റെ ഒരു ഡെയിലി ടാസ്കുകളൊക്കെ തന്നെ ഞാൻ ഒരു ടു ഡു ലിസ്റ്റിന്റെ പുസ്തകത്തിലേക്ക് ഉൾക്കൊള്ളിച്ചു എന്നുള്ളതാണ്. ദിവസേന ഓരോ ടാസ്കിനും വേണ്ട സമയം എത്രയാണ്, അത് എപ്പോൾ സ്റ്റാർട്ട് ചെയ്യണം, എപ്പോൾ എൻഡ് ചെയ്യണം, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ തന്നെ ഞാൻ ടു ഡു ലിസ്റ്റിൽ ഉൾക്കൊള്ളിക്കാറുണ്ട്. ചെയ്ത് കഴിഞ്ഞ ടാസ്കുകളെ ഞാൻ ഒന്നെങ്കിൽ സ്ട്രൈക്ക് ചെയ്യും, അല്ലെങ്കിൽ ഏതെങ്കിലും കളർ പെൻസിൽ കൊണ്ട് മാർക്ക് ചെയ്യും. ഇങ്ങനെയൊക്കെയായിരുന്നു ചെയ്യുക. നമ്പർ 3 ജേർണലിംഗ് ആണ്. ഒരു ദിവസത്തെ കംപ്ലീറ്റ് കാര്യങ്ങളെ ഉൾക്കൊള്ളിച്ചുകൊണ്ട് ഞാൻ ഏറ്റവും ഷോർട്ടസ്റ്റ് വേർഡിലേക്ക് ആ ജേർണലിംഗ് മാറ്റി എഴുതാറുണ്ട്. ഒരു ദിവസം എങ്ങനെയായിരുന്നു, മൈൻഡ് സെറ്റ് എങ്ങനെയാണ്, എന്തെങ്കിലും മിസ്റ്റേക്സ് ചെയ്തിട്ടുണ്ടോ അത് കൃത്യമായി രേഖപ്പെടുത്തുന്നു, അതിന് കാരണങ്ങളായ ഏരിയ കണ്ടെത്തുന്നു, ആൻഡ് ആ ഒരു ദിവസത്തെ കൃത്യമായിട്ട് എക്സാമിൻ ചെയ്യാനാണ് ഞാൻ ഇന്ന് ജേർണലിംഗ് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ 3 കാര്യങ്ങളും കഴിഞ്ഞ 19 ദിവസം ചെയ്തതുമായി ഉണ്ടായ മാറ്റം എന്ന് പറയുന്നത് അൺബിലീവബിൾ ആണ്. ഏത് ഏരിയയിലാണ് നമ്മൾ വീക്കായിരിക്കുന്നത്, ഏത് ഏരിയയാണ് നമ്മൾ ഇംപ്രൂവ് ചെയ്യേണ്ടത് എന്നുള്ളത് കൃത്യമായിട്ട് മനസ്സിലാക്കാനും അവിടേക്ക് സമയത്തിനെ കൂടുതൽ ഇൻവെസ്റ്റ് ചെയ്യാനും നമുക്കത് സഹായിക്കുന്നുണ്ട്. ഇനി നമ്മളെ കൊണ്ട് സ്വമേധയാ ചെയ്യാൻ പറ്റാത്ത ഏതെങ്കിലും ഏരിയ ആണെങ്കിൽ അവിടെ നമുക്ക് മറ്റുള്ള ആളുകളിൽ നിന്നും മെന്റർഷിപ്പ് എടുക്കാനൊക്കെ സാധിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങളോട് പറയാനുള്ളത് ഈ ഒരു കാര്യമാണ്. നിങ്ങളും നിങ്ങളുടെ ജീവിതത്തിൽ എന്തെങ്കിലുമൊക്കെ മാറ്റങ്ങൾ കൊണ്ടുവരണമെന്ന് ആഗ്രഹിക്കുന്ന ഒരാളാണല്ലോ. ആ മാറ്റങ്ങൾ കൊണ്ടുവരാൻ വേണ്ടി ഇനിയും വൈകിക്കരുത്. ഇന്ന് തന്നെ സ്റ്റാർട്ട് ചെയ്യുക എന്നുള്ളതാണ്. കാരണം സ്റ്റാർട്ട് ചെയ്താൽ മാത്രമേ നിങ്ങൾക്ക് അതിൽ എവിടെ ഇംപ്രൂവ്മെന്റ് കൊണ്ടുവരേണ്ടതുണ്ട് എന്ന് മനസ്സിലാകുകയുള്ളൂ. ഒരു പെർഫെക്റ്റ് മൊമെന്റിന് വേണ്ടിയിട്ടോ ഒരു പെർഫെക്റ്റ് ആയ സിറ്റുവേഷൻ വരാൻ വേണ്ടിയിട്ടോ ഒക്കെ വെയിറ്റ് ചെയ്തിരിക്കുകയാണെങ്കിൽ അങ്ങനെ ഒരു സമയമില്ല എന്നത് ഞാൻ നിങ്ങളെ ഓർമ്മപ്പെടുത്തുക കൂടിയാണ്. സോ അറിവ് അപ്ഡേറ്റ്സുമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം.